ശ്രീധരേട്ട പോവല്ലേ? ആ നിങ്ങൾ തുടങ്ങിക്കോ, ഇവിടെ ഒരുപാട് പണിയുണ്ട്. ശ്രീധരേട്ടൻ ഉണ്ടല്ലേ കളിക്കുന്ന ഉഷാറുണ്ടാവുള്ളൂ. ഇവിടത്തെ കോന്തന്മാരെ വിശ്വസിച്ച് ഒരു വഴിക്ക് ഇറങ്ങാൻ നോക്കൂല. കണ്ണു തെറ്റി ആകെ കൊളാക്കും. ഇന്നലെ ശ്രീധരേട്ടൻ എന്താ ക്ലബ്ബിൽ വരായിരുന്നത്? നാടകത്തിൽ ഹീറോ ആവണമെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ആനിവേഴ്സറി അടുത്തില്ലേ, നല്ലൊരു നാടകം സെലക്ട് ചെയ്ത് റിഹേഴ്സൽ തുടങ്ങട്ടെ. ഞാൻ രാത്രി വരാം. കരി പിടിച്ചാത്മാവ് എന്നൊരു നാടകമുണ്ട്. കരക്കേടില്ല, കരഞ്ഞു പോവും. അതിലെ രമേശൻ ശ്രീധരേട്ടൻ കലക്കാം. ലവ് സീൻ ഉണ്ടോ? ലവ് സീൻ അങ്ങനെയില്ല, രമേശൻ ക്ഷയരോഗിയാ. ആ കളി വേണ്ട, ക്ഷയരോഗം. നല്ല ലവ് സീനും പാട്ടും ഒക്കെയുള്ള റോൾ ഉണ്ടെങ്കിൽ മതി, നമുക്ക് സെലക്ട് ചെയ്യാന്നേ. നാടകം കണ്ടാലേ പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് ശ്രീധരേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മാറണം. അങ്ങനെയുള്ള റോള് ചെയ്താൽ മതി. എന്നാ പിന്നെ നമുക്കല്ല നീ എങ്ങോട്ട്? ഇന്നൊരു 2 ഗെയിം കളിക്കണം, നടുവന്ന് നിവർത്തണം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ആ മാർക്ക് 4ന്റെ എഞ്ചിൻ ഒന്ന് അയക്കണം, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അയച്ചെടുത്തുള്ള എഞ്ചിനെല്ലാം മതി. ചൂടാകാതെ ആരാണ, നമുക്ക് ഒരുമിച്ച് പോവാ. നിങ്ങൾ ചെല്ലേ, ഞങ്ങൾ വന്നേക്കാം. ശ്രീധരേട്ട നമുക്ക് പോവാം. ചെല്ലു ചെല്ലു, അത് നോക്ക്, കളിക്കാൻ പോണ്ടേ? ആന്ന് ആ സെവന്ത്രി സെവന്ത്രിയാണെന്ന് അല്ലല്ല, സിക്സ്ത്രി നേരത്തെ തെളിയിച്ചതാ. നേരത്തെ മൈത്രിയായിരുന്നു. ശ്രീധരേട്ടൻ സ്കോർ എടുക്കാൻ തുടങ്ങി. സെവന്ത്രിയാണ്. അല്ലല്ലേ ആ എന്നാ വേണ്ട, ഞാൻ നിങ്ങളെ പോലെ കള്ളം പറയുന്നില്ല. അങ്ങനെ വയ്ക്കുവാ. ആകാശവാണി. കാറ്റ് തനിക്കാലത്ത് പോയാ സ്റ്റാൻഡ് പിടിക്കാൻ നോക്ക്. ഔട്ടോ ചായന്റെ 10 അടി ഇപ്പുറത്തെ പന്ത് വീണത്. 10 അടിയോ? കള്ളം പറയാതെ കളിച്ചു കഴിക്കാൻ നോക്കി. ശ്രീധരേട്ടനെ നാക്കെട്ടെന്ന് പറയുന്നത്. ഓ പിന്നെ നീ എന്താണ് എപ്പോഴും അവരുടെ ഭാഗം പറയുന്നത്? നോക്ക്, പന്ത് വീണ പാവ നോക്ക്. എന്നും തല്ല. വെറുതെ ഓരോരോ ഭ്രാന്ത്, അല്ലാതെ എന്ത് പറയാനാ? സന്ധ്യാ സമയമാണ്, വിളക്ക് എത്തിച്ചിട്ട് നാളെ നാമം ചെല്ല. ആ വിചാരമൊന്നുമില്ല. വളർന്ന് കൊന്നത്തെങ്ങ് പോലെയായി. ശ്രീധരന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്തിനെപ്പറ്റി ധൃതി വെച്ച് കെട്ടിക്കുന്നത്? അവന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. കണ്ടില്ല പിള്ളേരോടൊപ്പം കിടന്ന് ചാടി തുടങ്ങുന്നത് ഈ പ്രായത്തില്. ഞാൻ കളിക്കാൻ എന്തിനാ